നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴക വെട്രിക് കഴകം അധ്യക്ഷനും നടനുമായ വിജയിയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 41. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സുഗുണ എന്ന 65 വയസ്സുകാരിയും മരിച്ചു. കരൂരിലേക്ക് പോകാൻ വിജയ്ക്ക് അനുമതി തേടിയെങ്കിലും പോലീസ് നിഷേധിച്ചിരിക്കുകയാണ്. വിജയ് കരൂരിൽ എത്തരുത് എന്ന് വ്യക്തമാക്കുകയാണ് പോലീസ്. വിജയ് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. എന്ത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് പോലും അറിയില്ല. അത് വിജയുടെ ജീവന് പോലും ആപത്താണ്. അതുകൊണ്ട് ആ ഒരു സുരക്ഷ കൂടി മുൻനിർത്തിക്കൊണ്ട് വിജയ് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പോലീസ് സംഘം. മാത്രമല്ല, ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ കേന്ദ്രത്തിൽ നിന്നും നിർമ്മല സീതാരാമൻ നേരിട്ട് കരൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അപകടം നടന്ന സ്ഥലം, മരിച്ചവരുടെ ബന്ധുക്കൾ, അപകടത്തിൽ പരിക്കേറ്റവർ, ഇവരെല്ലാവരെയും ആശുപത്രിയിൽ വന്ന് കാണും. ഒപ്പം നേരിട്ട് ആ സ്ഥലവും സന്ദർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ. തമിഴ്നാടുമായി വളരെ അടുത്ത ബന്ധമുള്ള തമിഴ്നാട്ടുകാരി കൂടിയാണ് നിർമ്മല സീതാരാമൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായും അവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാനും കൂടുതൽ കഴിയുന്നത് നിർമ്മല സീതാരാമന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഈ ഒരു ഉദ്യമം, ഈ ഒരു ജോലി നിർമ്മല സീതാരാമനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ ഒരു വിഷയത്തിൽ BJP എടുത്തിരിക്കുന്ന നിലപാട് കൂടി ഇവിടെ എടുത്തു നോക്കേണ്ടതുണ്ട്. എല്ലാ തെറ്റും DMK-യുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, CBI അന്വേഷണം അടക്കമുള്ളവ ഈ ഒരു വിഷയത്തിൽ വേണമെന്ന് തമിഴ്നാട്ടിലെ തന്നെ അണ്ണാദുരൈ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുകയാണ്. നിർമ്മല സീതാരാമനോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള MP കൂടി ഈ ഒരു വിഷയത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നിർമ്മല സീതാരാമനോടൊപ്പം തന്നെ ഉണ്ട്. എന്തായാലും സീതാരാമൻ കൃത്യമായി തന്നെ ഈ സ്ഥലങ്ങളൊക്കെ തന്നെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. തമിഴക വെട്രിക് കഴകത്തിന്റെ ജനറൽ സെക്രട്ടറി N ആനന്ദിനും കരൂർ ജില്ലാ ഭാരവാഹികൾക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. അതിനിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിൽ ദുരന്ത സ്ഥലം സന്ദർശിച്ചത് കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി L മുരുകൻ, ജില്ലാ കളക്ടർ എന്നിവർ നിർമ്മലയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നു. വിജയ് ചെന്നൈയിലെ വീട്ടിൽ തുടരുകയാണ്. ആസൂത്രിത അട്ടിമറിയാണ് നടന്നത് എന്നും വിജയും അശ്രദ്ധ മൂലമുള്ള മനുഷ്യനിർമ്മിത ദുരന്തമെന്നും മറുപക്ഷവും ആരോപിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തെ തള്ളി CBI അന്വേഷണം ആവശ്യപ്പെട്ട് വിജയ് ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി തീരുമാനം വരും വരെ ജില്ലാ പര്യടനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് 20 ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ നൽകും. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്കും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചു. തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം യഥാക്രമം 10 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയും വീതം പ്രഖ്യാപിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി മൊത്തം 1 കോടി രൂപ നൽകുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം BJP-യും പ്രഖ്യാപിച്ചിട്ടുണ്ട്.